നിരന്തരം രോഗം വേട്ടയാടിയപ്പോൾ മനുഷ്യൻ ദൈവത്തോട് പരാതിപ്പെട്ടു. ദൈവം വെള്ളയുടുപ്പിട്ട സ്നേഹത്തിന്റെ ചിറകുള്ള പുഞ്ചിരിക്കുന്ന മുഖമുള്ള കുറെ മാലാഖമാരെ ഈ ലോകത്തിലേക്ക് അയച്ചു. ലോകം അവർക്കൊരു പേര് നൽകി, നഴ്സ്. ടുഡേ ഈസ് May 12, International Nurses Day. On this day, I thank all the nurses who are part of St. Mary's Church, Sujitra. ഇവരുടെ കഠിനാധ്വാനവും സ്നേഹനിർഭരമായ പെരുമാറ്റവും ഇവർ ശുശ്രൂഷിക്കുന്ന രോഗികളിൽ കുറച്ചൊന്നുമല്ല മാറ്റം വരുത്തിയിരിക്കുന്നു. നിസ്വാർത്ഥവും ത്യാഗനിർഭരവുമായ ഇവരുടെ സേവനത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. A big and special thanks to all the nurses who are part of our parish, and a big salute to all those nurses who are making a difference and healing the world. നേഴ്സിംഗിനെ അടിത്തറ ഫ്ലോറൻസ് നിറ്റിഗന്റെ ജന്മദിനമാണ് നേഴ്സിന്റെ ലോകം ആചരിക്കുന്നത്. ആതുര സേവന രംഗത്ത് സ്വന്തം സുഖദുഃഖങ്ങൾ മറന്ന് സ്നേഹസ്പർശിയെ നിലകൊള്ളുന്ന കെടാവിളക്കുകളാണ് നേഴ്സുമാർ. അതിലൊരു ഭാഗമാകുവാൻ എനിക്ക് സാധിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. താൻ ഏറ്റെടുത്ത ജോലി ഏറ്റവും സത്യസന്ധവും ക്ഷമയോടും കൂടി ഊണും ഉറക്കവും സ്വന്തം ബന്ധങ്ങളും ഉപേക്ഷിച്ച് സ്വന്തം നാട്ടിലും അന്യനാട്ടിലും കഷ്ടപ്പെടുന്ന ഭൂമിയിലെ എല്ലാ മാലാഖമാർക്കും എന്റെ ബിഗ് സല്യൂട്ട്. ആധുനിക ലോകത്ത് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാചകമാണ് ഭൂമിയിലെ മാലാഖമാർ. ഒരു നേഴ്സ് ആയതിനാൽ ഞാൻ ഏറ്റവും അഭിമാനം കൊള്ളുന്നു. ഈ ലോകത്തിൽ ജനിച്ചു വീഴുന്ന ഓരോ പുതുജീവനും കരങ്ങളിൽ എടുക്കുവാൻ ഭാഗ്യം കിട്ടിയവർ, അതുപോലെ തന്നെ മരണത്തിന്റെ താഴ്വരയിൽ കൂടി സഞ്ചരിക്കുന്നവരെ ഒരു പുതുജന്മത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നവർ എന്ന നിലയിൽ അഭിമാനം കൊള്ളുന്നു. ഈ ജോലിയെ ഞാൻ ഒരു വരുമാനവാദി എന്നതിനേക്കാൾ ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു ശുശ്രൂഷയായി ഞാൻ കരുതുന്നു. ഈ പകർച്ചവ്യാധിയുടെ നടുവിലും ഒട്ടും പതറാതെ ധൈര്യമായി മുന്നോട്ടു പോകുവാൻ ഉള്ള ആത്മധൈര്യത്തിനായി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാ നഴ്സുമാർക്കും ഹാപ്പി നഴ്സസ്. ലോക നഴ്സുമാരുടെ ദിനത്തിൽ മാനവീയതയെക്കുറിച്ച് പറയുമ്പോൾ മനുഷ്യത്വം കൂടാതെ പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു തൊഴിലാണ് നഴ്സിംഗ്. പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് കൊറോണ വൈറസ് ലോകമെമ്പാടും നാശം വിതയ്ക്കുമ്പോൾ ഞങ്ങളുടെ നഴ്സുമാരും ഞങ്ങളുടെ കാവൽമാലാഖയായി ഞങ്ങൾ കാണുന്നു. വിവിധ രോഗങ്ങൾ ബാധിച്ചവരെ പരിചരിക്കാനായി നഴ്സുമാരുടെയും മറ്റ് മെഡിക്കൽ പ്രൊഫഷണലുടെയും ജീവൻ പണയപ്പെടുത്തുന്നതിന്റെ ഉദാഹരണങ്ങൾ അനുദിനം നാം കാണുന്നു. ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ മെഡിക്കൽ പ്രൊഫഷണലുകളെ ആക്രമിച്ച ലജ്ജാകരമായ സംഭവങ്ങളും സങ്കടകരമാണ്. എന്നിട്ടും അവർ ഞങ്ങളെ രക്ഷിക്കാൻ അശാന്തമായി പ്രവർത്തിക്കുന്നു. നമ്മുടെ രാജ്യത്തെ മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ പോലും നമ്മുടെ പെൺമക്കൾ, സഹോദരിമാർ ജാതിയും മതവും വ്യത്യാസമില്ലാതെ പരിതാപകരമായ അവസ്ഥയിലാണ് പ്രവർത്തിക്കുന്നത്. ഈ മാരകമായ വൈറസിൽ നിന്നും അവരെ രക്ഷിക്കുവാൻ അവരുടെ കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഒറ്റപ്പെട്ടു നിൽക്കുന്ന അവർ മാനുഷിക പെരുമാറ്റത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളായി തുടരുന്നു. അത്യാഗ്രഹത്തിൽ മാത്രം നയിക്കപ്പെടുന്ന ദൈവഭക്തി ഇല്ലാത്ത അസ്തിത്വത്തിൽ ജീവിക്കുന്ന ഒരു ലോകത്ത് ദൈവത്തിലും സഹമനുഷ്യരിലും പ്രത്യാശയും വിശ്വാസവും നമ്മുടെ ഏറ്റവും വലിയ സ്വത്താണെന്ന് ഇപ്പോഴത്തെ സാഹചര്യം നമ്മെ പഠിപ്പിക്കുന്നു. വൈറസിനായി യുദ്ധം ചെയ്യുവാൻ മെഡിക്കൽ പ്രൊഫഷണലുകളിൽ നിന്ന് മാത്രമല്ല നമ്മിൽ ഓരോരുത്തരിൽ നിന്നും ഒരു ചെറിയ മാനസിക സഹായിക്കും വീടിനുള്ളിൽ തന്നെ തുടരുകയും ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കുകയും ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ചെറിയ കാര്യങ്ങളാണ്. നാം എല്ലാവരും ഈ ദുഷ്കരമായ സമയങ്ങളിൽ നിന്ന് ഉടൻ പുറത്തു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാ നഴ്സുമാർക്കും മെഡിക്കൽ പ്രൊഫഷണലുകൾ, അവരുടെ കുടുംബങ്ങൾ എന്നിവരോടൊപ്പമാണ് എന്റെ പ്രാർത്ഥനകളും ആശംസകളും. അവരുടെ ജോലി തുടരുവാൻ ദൈവം അവർക്ക് ധൈര്യവും ശക്തിയും നൽകട്ടെ. ഈ ചെറുകില്ലാത്ത മാലാഖമാര് നല്ല ആരോഗ്യവും ദീർഘായുസ്സും നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഒരു പുതുജീവനെ വരവേൽക്കുന്നതിനും ഒരാഴ്ച മുഴുവൻ തീരുന്ന അവസാന നിമിഷങ്ങളിൽ സ്നേഹത്തോടും കരുതലോടും കൂടി അവരോടൊപ്പം നിൽക്കുന്നവരാണ് നഴ്സ്. രോഗി പരിചരണമാണ് അവരുടെ കർത്തവ്യം. രോഗി തന്റെ മാനസിക സംഘർഷങ്ങളെ അതിജീവിക്കുന്നതിനും രോഗവിമുക്തി നേടുന്നതിനും ഒരു നഴ്സിന്റെ പരിചരണം വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. രോഗിയെ തന്റെ മാതാപിതാക്കളായും സഹോദരി സഹോദരന്മാരായും കാണുന്നതിനുള്ള പരിചരിക്കുന്നതിനുമുള്ള നന്മ അവരിലുണ്ടാകണം. ഞാൻ ഒരു നേഴ്സായതിൽ അഭിമാനം കൊള്ളുന്നു. താങ്ക് യു. നമുക്ക് മുൻപെത്തുന്ന ആതുരക്ക് എപ്പോഴും പുത്തൻ പ്രതീക്ഷകളും സാന്ത്വനങ്ങളും പകർന്നു നൽകുന്ന വളരെ അനുഗ്രഹീതമായ ഒരു മിനിസ്ട്രിയാണ് നഴ്സിംഗ് പാരമ്പര്യ മിനിസ്ട്രി.
തീർച്ചയായും അതിന്റെ ഒരു ഭാഗമാവാൻ എനിക്കും സാധിച്ചതിൽ ഞാൻ ഒത്തിരിയധികം സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നു. ഒപ്പം ഈ സുദിനത്തിൽ എല്ലാ നഴ്സുമാർക്കും എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. ലോക നഴ്സ് ദിനം എല്ലാവർക്കും, അതായത് എന്നെ പോലെ ജോലി ചെയ്യുന്ന എല്ലാ നഴ്സുമാർക്കും എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും എന്റെ സ്നേഹമാർന്ന ആശംസകൾ നേരുന്നു. ആദ്യമായി എന്നെ നിറമനസ്സോടെ ഈ കൈകൾ നീട്ടി ഭൂമിയിലേക്ക് സ്വീകരിച്ചത് ഈ മാലാഹമാരാണ്. എന്നെ മാത്രമല്ല, ഭൂമിയിലെ എല്ലാ മാനവരാശികളെയും. ഇവർ ഭൂമിയിലെ മാലാഹമാർ എന്ന വിളിപ്പേര് കൊണ്ട് മാത്രമായില്ല, കർമ്മരഹിതമായി ആരോഗ്യ മേഖലകളിൽ സ്വന്തം ജീവൻ ത്യജിച്ച് ആതുര സേവന രംഗത്തിൽ അവർ മുന്നേറുമ്പോൾ തികച്ചും ഒരു പോരാളിയായിട്ടാണ് നമ്മുടെ മുമ്പിൽ അവർ എത്തുന്നത്. ഓരോ രോഗികളെയും നിറഞ്ഞ പുഞ്ചിരിയോടും നിറഞ്ഞ കരുതലോടെയും സമീപിക്കുമ്പോൾ അവരുടെ പകുതി രോഗം അവരിൽ നിന്ന് വിട്ടുമാറിയിരിക്കും. നമ്മുടെ സൗമ്യമായ സമീപനമാണ് രോഗികൾക്ക് ആവശ്യം. ലോകത്ത് വന്നിട്ടുള്ള എല്ലാ മഹാമാരികളെയും പുഞ്ചിരിയോടെ, ഒരേ മനസ്സോടെ, കരുതലോടെ ശുശ്രൂഷിച്ച് ഭേദമാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അവരുടെ കഠിന പ്രയത്നം കൊണ്ട് മാത്രമാണ്. ആതുര സേവന രംഗത്ത് സമർപ്പണത്തോടെയും സ്നേഹത്തോടെയും ശുശ്രൂഷിക്കുവാൻ കഴിയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. നിങ്ങളുടെ ജീവൻ രക്ഷിക്കുവാൻ എപ്പോഴും നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ തന്നെയുണ്ട്. കാരണം ഞങ്ങൾ നഴ്സുമാർ മരണത്തിൽ നിന്ന് മനുഷ്യജീവനെ രക്ഷിക്കുവാനാണ് ഞങ്ങളുടെ ദൗത്യം. Today the world is celebrating Nurses Day. This year is International Nurses and Midwives Year. In this occasion, I would like to share with you the importance of compassion in nursing. A compassionate nurse is empathetic to the pain and suffering of her patient. Compassionate care makes patients more comfortable when they are ill or emotionally distressed. Let me explain you compassion with a small experience of mine. In 2012, January 1st, I went to hospital for duty. During my rounds, I noticed one of the patients who delivered previous day looked very worried. I went to her room, held her hand and asked what happened. Tears started to roll down on her cheeks. Slowly, she started to speak about her problem. I listened her 10 to 15 minutes. Meanwhile, I noticed her pain and stress is reduced. I left the room. On her day of discharge, she called me to her room. She said, "My doctor was seeing me for the last 9 months, but the 15 minutes which you spent with me was much more than that. I will remember you rest of my life and I will pray for you." I felt very happy, and that was one of the greatest day in my professional life. My dear friends, our touch, our time or soothing words can make difference in others' life. Now the world is fighting with the COVID-19 pandemic. The whole world is worried. All over the world, nurses and doctors and medical team are fighting for corona. As a church team, it is our responsibility to help fellow human beings and pray for the world. Thank you all. ഇന്ന് മെയ് 12 ഇൻ്റർനാഷണൽ നേഴ്സസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസമാണ്. എനിക്കും അതിലൊരു നേഴ്സായി ജോലി ചെയ്യാൻ സാധിച്ചതിൽ വളരെ അഭിമാനം കൊള്ളുന്നു. ഫ്ലോറൻസ് നൈറ്റിംഗേലിനെ ലാമ്പ് വിത്ത് ലേഡി എന്നാണല്ലോ വിളിക്കുന്നത്. നമ്മളും നേഴ്സുമാരായ നമ്മളും ഒരു വിളക്കായി, ലോകത്തിനൊരു വിളക്കായി തീരുവാനുള്ള അനുഗ്രഹം സർവശക്തനായ ദൈവം ഓരോരുത്തർക്കും തരട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഹാപ്പി നേഴ്സസ് ഡേ. At this time of pandemic, when everybody is scared and worried, our nurses are among the frontline health workers who are risking their lives and staying away from their beloved ones. They are with the patients, helping them, comforting them and giving them hope. Jesus said,
If anybody asks you to go a mile, go an extra mile for them. Nurses in the true sense do this by going an extra mile by considering patients as their family. I would like to take a brief moment and thank all the nurses around the world for their tireless and selfless service for our community. God bless.